ഹലോ ഫ്രണ്ട്സ്, മോഷൻ ഇൻ എ പ്ലെയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സർക്കുലാർ മോഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സർക്കുലാർ മോഷൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോണത് വെക്ടേഴ്സ് ആൻഡ് ദെയർ ഡയറക്ഷൻസ് ഇൻ സർക്കുലാർ മോഷൻ. നമുക്കറിയാം സർക്കുലാർ മോഷനിൽ വ്യത്യസ്തമായ വെക്ടേഴ്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് വെക്ടേഴ്സ്? നമുക്കറിയാവുന്ന വെക്ടേഴ്സാണ് ഡെൽറ്റ തീറ്റ, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊരു വെക്ടറാണ്. ആംഗുലാർ വെലോസിറ്റി, അതും ഒരു വെക്ടറാണ്. ആംഗുലാർ ആക്സലറേഷൻ, അതും വെക്ടറാണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ, അത് വെക്ടറാണ്. റേഡിയസ്, അത് വെക്ടറാണ്. വെലോസിറ്റി, അങ്ങനെ ധാരാളം വെക്ടേഴ്സിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ വെക്ടേഴ്സ് എല്ലാം ഒരേ ഡയറക്ഷനിലാണോ? നിങ്ങൾ പറയും അല്ല സാർ, ഈ വെക്ടേഴ്സ് എല്ലാം ഒരേ ഡയറക്ഷനിലല്ല. അങ്ങനെയെങ്കിൽ ഡയറക്ഷനെ അടിസ്ഥാനപ്പെടുത്തി ഈ വെക്ടേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഡയറക്ഷനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സർക്കുലാർ മോഷനുള്ള വെക്ടേഴ്സിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എത്രയായിട്ടാണ്? 3 ടൈപ്സ് ഉണ്ട്. നോക്കാം ഏതൊക്കെയാണെന്ന്. സോ ഇതൊരു സർക്കുലാർ മോഷനാണ്. അതിൽ ചില വെക്ടേഴ്സ് ആണെങ്കിൽ ഈ സർക്കുലാർ മോഷന് ഈ ലൈനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ താഴേക്ക്. കണ്ടോ, ബോഡി ഇങ്ങനെ കറങ്ങുകയാണ്. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ താഴേക്ക്. ഈ ലൈനിലായിരിക്കും ചില വെക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ വെക്ടേഴ്സ്. ആക്സിയൽ വെക്ടർ അല്ലെങ്കിൽ ആക്സിയൽ വെക്ടേഴ്സ്. അപ്പോൾ എന്താ ആക്സിയൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്? ആക്സിയൽ ലൈന് എലോങ് ആയിട്ട് പോകുന്ന, അതിലൂടെ കടന്നു പോകുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ വെക്ടർ. ഏതൊക്കെ ആക്സിയൽ വെക്ടർ? നിങ്ങൾക്കറിയാം, ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഡെൽറ്റ തീറ്റ, അതുപോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴേക്കാണ്. സോ ആക്സിയൽ ലൈനാണ് ആര് ആക്ട് ചെയ്യണത്? നമ്മളുടെ ഡെൽറ്റ തീറ്റ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ ആക്ട് ചെയ്യണത്? അത് ആക്സിയൽ ലൈനിലാണ്. സോ ഇത് ആക്സിയൽ വെക്ടറാണത് അല്ലേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആക്സിയൽ വെക്ടറാണ്. ഓക്കെ, അതുപോലെ ഒമേഗ, അതെന്താണ്? അതും ഒരു ആക്സിയൽ വെക്ടറാണ്. ആംഗുലാർ ആക്സലറേഷൻ, അതും എന്താണ്? ഒരു ആക്സിയൽ വെക്ടറാണ്. നമ്മൾ പഠിച്ചു കാണും അല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചു കാണും. സോ നമുക്കറിയാം ഈ 3 കാര്യങ്ങൾ എന്താണ്? ആക്സിയൽ വെക്ടേഴ്സ് ആണെന്ന് അറിയാം. ഇനിയാണെങ്കിൽ റേഡിയസിലൂടെ കടന്നു പോകുന്ന വെക്ടേഴ്സ് ഉണ്ട്. ചില വെക്ടേഴ്സ് ആണെങ്കിൽ റേഡിയസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ആക്സിയലിലൂടെ കടന്നു പോകുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ വെക്ടേഴ്സ്. എത്ര ആൾക്കാരുണ്ട്? 3 ആൾക്കാരുണ്ട്. ഇതുപോലെ റേഡിയസിലൂടെ കടന്നു പോകുന്ന വെക്ടേഴ്സ് ഉണ്ട്. റേഡിയസിലൂടെ കടന്നു പോകുന്ന വെക്ടേഴ്സിന് എക്സാമ്പിളാണ് റേഡിയസ് തന്നെ. റേഡിയസ് ഉണ്ടോ? അതെങ്ങനെ കടന്നു പോകണേ? റേഡിയസിലൂടെയാണ്. അപ്പോൾ അത് ആർക്ക് എക്സാമ്പിളാണ്? ഇത്തരം വെക്ടേഴ്സിനെ, റേഡിയസിലൂടെ കടന്നു പോകുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ വെക്ടേഴ്സ്. സോ റേഡിയൽ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? റേഡിയസ് തന്നെ എന്താണ്? ഒരു റേഡിയൽ വെക്ടറാണ്. അതുപോലെ നിങ്ങൾക്കറിയാം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എപ്പോഴും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സെൻറ്ററിലേക്കാണ്. ഉണ്ടോ? നമ്മൾ പഠിക്കും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. കറങ്ങുന്ന വസ്തുവിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതും എങ്ങോട്ട് ആക്ട് ചെയ്യണേ? സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യണം. സോ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ. കണ്ടോ, ഇതൊക്കെ എന്ത് വെക്ടേഴ്സാണ്? ഇതൊക്കെ റേഡിയൽ വെക്ടേഴ്സാണ്. ഇനിയാണെങ്കിൽ ചില വെക്ടേഴ്സ് ഉണ്ട് കുഞ്ഞുങ്ങളെ, ആ വെക്ടേഴ്സ് ആണെങ്കിൽ ആക്ട് ചെയ്യുന്നത് ടാൻജൻഷ്യലായിട്ടായിരിക്കും. കണ്ടോ, ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഒന്നുകിൽ അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. ടാൻജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ അത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ വെക്ടേഴ്സ്. ടാൻജൻഷ്യൽ വെക്ടേഴ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമുക്കറിയാം വെലോസിറ്റി, അതെന്താണ്? ഒരു ടാൻജൻഷ്യൽ വെക്ടറാണ്. ഇനിയും ഉണ്ട്, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ പഠിക്കും. സോ ഇത്രയും എന്താണ്? ഇപ്പോൾ ഇത്രയും കേൾക്കുക. ടാൻജൻഷ്യൽ വെക്ടർ എന്താണ്? വെലോസിറ്റി എന്നത് ഒരു ടാൻജൻഷ്യൽ വെക്ടറാണ്. ഓക്കെ, സോ നമ്മൾ പണ്ട് പഠിച്ച കണക്ക് ഐ ജെ കെ ഉണ്ടോ? ഐ ജെ കെ. അതുപോലെ സർക്കുലാർ മോഷൻ ആരൊക്കെ ഉള്ളത്? ഇവിടെയാണെങ്കിൽ റേഡിയസ് വെക്ടർ അല്ലെ, റേഡിയൽ വെക്ടർ, ടാൻജൻഷ്യൽ വെക്ടർ, ആക്സിയൽ വെക്ടർ. ഇവിടെ ഇന്നുണ്ട് എക്സ് ആക്സിൽ, വൈ ആക്സിൽ, ഇസഡ് ആക്സിൽ മാറി നിൽക്കുന്ന വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് പഠിച്ച കണക്ക് ഐ ജെ കെ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ആക്സിയൽ വെക്ടർ, റേഡിയൽ വെക്ടർ, ടാൻജൻഷ്യൽ വെക്ടർ ഉണ്ടോ? ആ വ്യത്യാസം, ആ പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡയറക്ഷനൊക്കെ സെയിം തന്നെയാണ്. ഉണ്ടോ? ഒന്ന് അങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, ഇന്നും ഇങ്ങോട്ട്. ഇതെല്ലാം എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. ഇതിനെടുത്ത് ഇവിടെ കൊണ്ടുപോകാം. ഇതിനിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. സോ ഈ 3 വെക്ടേഴ്സും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇത്രയും കാര്യം മനസ്സിലായോ? സോ വളരെ സിമ്പിളാണ് ഇത്രയും കാര്യം അല്ലയോ? അതായത് നമുക്കറിയാം കുറേ വെക്ടേഴ്സ് ഉണ്ട്. ആ വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെയാണ് ആക്സിയൽ വെക്ടേഴ്സ്,
റേഡിയൽ വെക്ടേഴ്സ്, ടാൻജൻഷ്യൽ വെക്ടേഴ്സ്. ഓക്കെ, ഇനി നോക്കിയിരിക്കണം, ഞാൻ ഏതെങ്കിലും രണ്ട് വെക്ടർ എടുക്കാൻ പോവുകയാണ്. ആക്സിയൽ വെക്ടറിനെയും റേഡിയൽ വെക്ടറിനെയും ഞാൻ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ആക്സിയൽ വെക്ടറിനെയും റേഡിയൽ വെക്ടറിനെയും ഞാൻ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. സോ ആക്സിയൽ വെക്ടർ ഇങ്ങനെ എഴുതാം നമുക്ക്, ആക്സിയൽ വെക്ടർ ക്രോസ് റേഡിയൽ വെക്ടർ. അപ്പോൾ ഒരു ആക്സിയൽ വെക്ടർ ക്രോസ് റേഡിയൽ വെക്ടർ കണ്ടോ? അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? അത് ടാൻജൻഷ്യൽ വെക്ടർ കിട്ടും. ആക്സിയൽ വെക്ടറും റേഡിയൽ വെക്ടറും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻജൻഷ്യൽ വെക്ടർ കിട്ടും. പ്ലസോ മൈനസോ നോക്കേണ്ട ആവശ്യമില്ല, ആര് കിട്ടുമോ നോക്കിയാൽ മതി. നോക്ക്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതനുസരിച്ച് ഇവിടെ പ്ലസ് മൈനസോ ഒക്കെ വരാം. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യുന്നില്ല. ഞാൻ പറയുകയാണ് എന്ത് ടൈപ്പ് വെക്ടർ കിട്ടും, ഏത് ടൈപ്പാണ്. നമുക്കറിയാം 3 ടൈപ്പേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആക്സിയൽ, റേഡിയൽ, ടാൻജൻഷ്യൽ. സോ രണ്ടാൾക്കാരെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മൂന്നാമത്തവൻ കിട്ടും. അങ്ങനെ നിങ്ങൾ പഠിച്ചത് ഐ ക്രോസ് ജെ എന്താണ്? അത് കെ ആണ്. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്. ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്. മനസ്സിലായോ? അപ്പോൾ രണ്ടെണ്ണം ക്രോസ് ചെയ്യുമ്പോൾ മൂന്നാമത്തവനെ കിട്ടും. അപ്പം ആക്സിയൽ വെക്ടർ ക്രോസ് റേഡിയൽ വെക്ടർ എന്താണ്? ടാൻജൻഷ്യൽ വെക്ടർ ആണ്. അങ്ങനെ എങ്ങനെ പറഞ്ഞേ? റേഡിയൽ വെക്ടർ ക്രോസ് ടാൻജൻഷ്യൽ വെക്ടർ എന്തായിരിക്കും? ആക്സിയൽ വെക്ടർ ആയിരിക്കും. കേട്ടോ? അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ പറയാം. അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെക്ടർ ക്രോസ് ആക്സിയൽ വെക്ടർ എത്രയായിരിക്കും? അത് റേഡിയൽ വെക്ടർ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? സോ ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സിനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു വെക്ടർ ആക്സിയലാണ്, മറ്റു വെക്ടർ റേഡിയലാണ്. അങ്ങനെ ക്രോസ് ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും? അതിൻ്റെ ഡയറക്ഷൻ, ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അത് ടാൻജൻഷ്യൽ ആയിരിക്കും. ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൂന്നാമത്തെ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യം മനസ്സിലായോ? രണ്ട് വെക്ടറിനെ എടുത്ത് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ മൂന്നാമത്തവൻ കിട്ടും. ആ മൂന്നാമത്തവൻ്റെ ഡയറക്ഷൻ എന്താണ്? ഒന്നുകിൽ എന്ത് ചെയ്യും? ടാൻജൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? റേഡിയൽ ആയിരിക്കും, അതും അല്ലെങ്കിൽ ആക്സിയൽ ആയിരിക്കും. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? നോക്കിയാൽ മതി. രണ്ടെണ്ണം ക്രോസ് ചെയ്യുകയാണ്, ഇതിൽ പെടാത്ത ആരാണ്? അവനായിരിക്കും ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായോ? സിമ്പിളാണ്, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പക്ഷേ ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പഠിക്കാൻ പോണത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ ആക്സലറേഷൻ ആൻഡ് ലീനിയർ ആക്സലറേഷൻ. സോ ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു കഥ കേൾക്കാം. ആംഗുലാർ ആക്സലറേഷൻ എന്താണെന്നും ലീനിയർ ആക്സലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സോ നമുക്ക് ഒരു സർക്കുലാർ മോഷൻ ഉണ്ട്. ഒരു സർക്കുലാർ മോഷനാണ്. സർക്കുലാർ മോഷൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും. അതിങ്ങനെ അത് കറങ്ങാൻ പോവുകയാണ്, അതിങ്ങനെ കറങ്ങുകയാണ്. സോ അത് വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ കറങ്ങുന്ന ബോഡിക്ക് 2 വെലോസിറ്റി ഉണ്ട്. ഒരു ബോഡി കറങ്ങുമ്പോൾ എത്ര വെലോസിറ്റി ഉണ്ട് കുഞ്ഞുങ്ങളെ? 2 വെലോസിറ്റി ഉണ്ട്. കറങ്ങുന്ന വെലോസിറ്റി, കറങ്ങുന്നതിൻ്റെ സ്പീഡ്, അതിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ. കറങ്ങുന്നതിൻ്റെ, കറക്കത്തിൻ്റെ സ്പീഡ്. ഇനി ഇവിടെ ഒരു വെള്ളത്തുള്ളി ഇരിപ്പുണ്ടെങ്കിൽ, ഒരു ടയർ കറങ്ങുകയാണ്, ഇവിടെ ഒരു കുഞ്ഞ് വെള്ളത്തുള്ളി ഇരിപ്പുണ്ട്. ആ ടയർ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ വെള്ളത്തുള്ളി ടാൻജൻഷ്യലായിട്ട് എന്ത് ചെയ്യും? തെറിച്ചു പോകും. സോ ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ലീനിയർ വെലോസിറ്റി. സോ കറങ്ങുന്ന ബോഡിക്ക് 2 തരം വെലോസിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? നിങ്ങൾ പറയണം സർ. ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, കറങ്ങുന്നതിൻ്റെ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി. അതുപോലെ ടാൻജൻഷ്യലായിട്ടൊരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ലീനിയർ വെലോസിറ്റി. ബോഡിയുടെ കറക്കം മാറാൻ പോവുകയാണ്, കറങ്ങുന്നതിൻ്റെ സ്പീഡ് മാറാൻ പോവുകയാണ്. സോ സ്പീഡ് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇപ്പം കൂടാൻ പോവുകയാണ്, സ്പീഡ് കൂടി. അപ്പോൾ ആര് ചേഞ്ച് ചെയ്തു? നിങ്ങൾ പറയും സർ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്തു, കറക്കത്തിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്തു. കുഞ്ഞുങ്ങളെ സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആക്സലറേഷൻ ഉണ്ടാകുകയില്ലേ? നിങ്ങൾ പറയും ഉണ്ടാകും സർ. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ഉറപ്പായിട്ടും ആക്സലറേഷൻ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇവിടെ കറക്കത്തിൻ്റെ സ്പീഡ് മാറി, അപ്പോൾ ഉറപ്പായിട്ടും ആക്സലറേഷൻ ഉണ്ടാവും. അത്തരം ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ആക്സലറേഷൻ. സോ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്കത്തിൻ്റെ വേഗത മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ആക്സലറേഷൻ. ഈ കാര്യം മനസ്സിലായോ? സോ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ഉറപ്പായിട്ട് എന്തുണ്ടാകും? ആക്സലറേഷൻ ഉണ്ടാകും. ഇവിടെ എന്ത് വെലോസിറ്റി ചേഞ്ച് ചെയ്തേ? ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആക്സലറേഷൻ വിളിക്കുന്ന പേരെന്താണ്? ആംഗുലാർ ആക്സലറേഷൻ എന്നാണ്. ആംഗുലാർ ആക്സലറേഷൻ. മനസ്സിലായോ? ഇനി നോക്കുക, ഇവിടെ വെലോസിറ്റി, ഇത് വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്, ഇവിടുത്തെ വെലോസിറ്റിയും v ആണ്. പക്ഷേ ഡയറക്ഷൻ എന്ത് ചെയ്ത്? ചേഞ്ച് ചെയ്തു. സോ ഇവിടെ വെലോസിറ്റി ആര് ചേഞ്ചായി? ഡയറക്ഷൻ ചേഞ്ചായി. ഇനി വേണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയിക്കൂടെ? മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആവും. ഇവിടുത്തെ വെലോസിറ്റി 4 മീറ്റർ/സെക്കൻഡ് ആണ്, ഇങ്ങോട്ട് വന്നപ്പോഴത്തെ വെലോസിറ്റി 6 മീറ്റർ/സെക്കൻഡ് ആയി. ആര് ചേഞ്ചായി? മാഗ്നിറ്റ്യൂഡും ചേഞ്ചായി.
സോ ലീനിയർ വെലോസിറ്റിക്ക് ആരൊക്കെ ചേഞ്ച് ആവാം? ലീനിയർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആവാം, ഡയറക്ഷനും ചേഞ്ച് ആവാം. അങ്ങനെ ചേഞ്ച് ആവുമ്പോൾ ആർക്ക് ചേഞ്ച് ഉണ്ടാവും? ലീനിയർ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവും. സോ ഇവിടെ ലീനിയർ വെലോസിറ്റി ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് ലീനിയർ ആക്സലറേഷൻ. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കറക്കത്തിൻ്റെ സ്പീഡ് മാറുമ്പോൾ ഉണ്ടാകുന്ന ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് ആംഗുലർ ആക്സലറേഷൻ. ഇനിയാണെങ്കിൽ ആ ബോഡിക്ക് എന്തുണ്ട്? ലീനിയർ വെലോസിറ്റി ഉണ്ട്. ലീനിയർ വെലോസിറ്റിയുടെ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ്, ആ ചേഞ്ച് ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ആക്സലറേഷൻ. വെലോസിറ്റി ആരൊക്കെ ചേഞ്ച് ഉണ്ടാവാം? ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവാം. ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടായില്ലേ? ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടായി. അതുപോലെ ആർക്കും ചേഞ്ച് ഉണ്ടാവാം? മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ ചേഞ്ച് ഉണ്ടായാൽ അത് ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡിനോ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ആ ബോഡിക്ക് എന്തുണ്ട്? ലീനിയർ ആക്സലറേഷൻ ഉണ്ട്. സോ ഇവിടെ രണ്ട് തരം ആക്സലറേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെയാണെങ്കിൽ ആംഗുലർ ആക്സലറേഷൻ ഉണ്ട്, ലീനിയർ ആക്സലറേഷൻ ഉണ്ട്. അത് എന്താണെന്ന ഫീൽ നിങ്ങൾക്ക് കിട്ടിയോ? എന്താണ് ആംഗുലർ ആക്സലറേഷൻ, എന്താണ് ലീനിയർ ആക്സലറേഷൻ എന്ന് മനസ്സിലായോ? ലീനിയർ വെലോസിറ്റി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ആക്സലറേഷൻ. അതുപോലെ ആംഗുലർ വെലോസിറ്റി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആംഗുലർ ആക്സലറേഷൻ. ഈ കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. നമ്മൾ പഠിക്കാൻ പോണത് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ ആക്സലറേഷൻ ആൻഡ് ലീനിയർ ആക്സലറേഷൻ. ഇവയ്ക്കിടയിലുള്ള റിലേഷൻ എന്താണ്? ആംഗുലർ ആക്സലറേഷനും ലീനിയർ ആക്സലറേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? പഠിക്കാം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പഠിച്ച ബേസ് ഇക്വേഷൻ എടുക്കാൻ പോവുകയാണ്. വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ അല്ലേ? ആണ്. എനിക്കറിയാം ആക്സലറേഷൻ ആണെന്നെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കണേ. എന്തിനാണ് ഈ ഇക്വേഷൻ എടുത്തത്? ഈ ഇക്വേഷൻ ആരും നമ്മൾ ബന്ധം തരും? ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും നമ്മൾ ബന്ധം തരുന്ന ഇക്വേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഇവനെ കണ്ടുപിടിക്കാം. അതിനാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്. സോ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്നും ആരെ കണ്ടുപിടിക്കാം? ആംഗുലർ ആക്സലറേഷനും ലീനിയർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? dv/dt ആണ്. എന്തെങ്കിലും തർക്കമുണ്ടോ? ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, ഡിവൈഡ് ബൈ ടൈം ആണ്. വെലോസിറ്റിക്ക് പകരം എന്ത് പറയാം? ഒമേഗ ആർ എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു ഡി. ഞാൻ വെലോസിറ്റിക്ക് പകരം എന്ത് പറഞ്ഞു? ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, ആർ ക്രോസ് ഒമേഗ എന്ന് പറയരുത്. കാര്യം എ ക്രോസ് ബി, ബി ക്രോസ് എക്ക് ഈക്വൽ ആണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആർ ക്രോസ് ഒമേഗ എന്ന് പറയരുത്, ഒമേഗ ക്രോസ് ആർ ആയിരിക്കും. അപ്പോൾ ഒമേഗ ആണ് ആദ്യമെങ്കിൽ എപ്പോഴും ഒമേഗ ആദ്യം കിടക്കണം, അല്ല ആറിനെ കൊണ്ട് ആദ്യം കൊണ്ട് എഴുതരുത്. ഓക്കെ. സോ ഇവിടെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? കറക്കത്തിൻ്റെ സ്പീഡ്. അതിന് മാറ്റം സംഭവിക്കാമല്ലോ? സംഭവിക്കാം. ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അതിനും മാറ്റം സംഭവിക്കാം. നോക്കി, ഒരു ടയറാണ്. ടയറിലാണെങ്കിൽ ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. കണ്ടോ, ഇതെല്ലാം പാർട്ടിക്കിൾസ് ആണ്. കുറേ ചെളി ഇവിടെ എല്ലാം പറ്റി പിടിച്ചിരിപ്പുണ്ട്. എല്ലാത്തിൻ്റെയും റേഡിയസ് ഒരുപോലെയാണോ? സെൻറ്ററിൽ നിന്നുള്ള അകലം ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തമാണ്. അതായത് ഇവിടെ ആർക്കും മാറ്റം സംഭവിക്കാം. ഇവിടെ നമ്മുടെ റേഡിയസിനും മാറ്റം സംഭവിക്കാം. സോ ഇവിടെ രണ്ടും വേരിയബിൾസ് ആണ്. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഒമേഗ വേരിയബിൾ ആണ്, അതുപോലെ റേഡിയസും വേരിയബിൾ ആണ്. അപ്പോൾ രണ്ട് വേരിയബിളിനെ ഒരുമിച്ച് ഡിഫറൻസിയേഷൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിടണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ആദ്യമേ നിങ്ങൾ ഈ ഒമേഗയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല? ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ഒമേഗയെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഒമേഗയെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല? ആറിനെ ഒന്നും ചെയ്യാൻ പാടില്ല, ആറിനെ വിട്ടേക്കുവാണ്. ഇത്രയും മനസ്സിലായോ? ഇനി പ്ലസ് ഒമേഗ വിട്ടേക്കണം. പിന്നെ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഈ ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? സോ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഒമേഗയാണ് ആദ്യം കിടക്കുന്നതെങ്കിൽ എപ്പോഴും ഒമേഗ ആദ്യം കിടക്കണം, അല്ലാതെ ആറിനെ അല്ല ആദ്യം കൊണ്ട് എഴുതേണ്ടത്. മനസ്സിലായോ? ഒമേഗയാണ് ആദ്യം കിടക്കുന്നതെങ്കിൽ എപ്പോഴും ഒമേഗയെ ആദ്യം എഴുതിക്കോണം. ഓക്കെ. എന്താണ് ഒമേഗ ഡിവൈഡ് ബൈ ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. നിങ്ങൾ പറയും സാർ ഇത് നമുക്കറിയാം. സോ എ വിച്ച് ഈസ് ഈക്വൽ ടു ലീനിയർ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ ആണെങ്കിൽ ഒമേഗ ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ആംഗുലർ ആക്സലറേഷൻ. ഇത് വിളിക്കുന്ന കുഞ്ഞുങ്ങളെ ആംഗുലർ ആക്സലറേഷൻ. സോ ഇതിന് പകരം പറയും
ആംഗുലാർ ആക്സലറേഷൻ ആൽഫ. സോ ആൽഫ. ഇനി എന്താണ്? ക്രോസ് ആർ, ആൽഫ ക്രോസ് ആർ. ആ സെക്ഷൻ കഴിഞ്ഞു. മനസ്സിലായോ? ഇനി അടുത്ത് നമുക്ക് എടുക്കാം. പ്ലസ്, ഞാൻ പ്ലസ് അതുപോലെ എഴുതി. അടുത്തെന്താണ്? ഒമേഗ. ഞങ്ങൾക്ക് ഒമേഗ നമുക്ക് അതുപോലെ എഴുതാം. ഒമേഗ ക്രോസ് ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഡിവൈഡ് ബൈ ടൈം, ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതിനെ വിളിക്കുന്ന പേരെന്താണ്? വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി. സോ ആക്സലറേഷൻ ഇക്വേഷൻ കിട്ടി. ആക്സലറേഷൻ, ലീനിയർ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇതാണ് ആംഗുലാർ ആക്സലറേഷൻ ക്രോസ് റേഡിയൽ വെക്ടർ പ്ലസ് ഒമേഗ ആംഗുലാർ വെലോസിറ്റി ക്രോസ് ലീനിയർ വെലോസിറ്റി. ഇങ്ങനെയാണ് കിട്ടിയത്. നമുക്ക് 2 പാർട്ട് കിട്ടി. നമുക്കറിയാം ഡയമെൻഷൻ അനാലിസിസ് അനുസരിച്ച് എ വിച്ച് ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി ആണ് എങ്കിൽ എയുടെ ഡയമെൻഷൻ എന്താണോ അത് ആ സെയിം ഡയമെൻഷൻ ആയിരിക്കും ബിക്കും, ആ ബി ഡയമെൻഷൻ സെയിം ആയിരിക്കും ആർക്ക്? സിക്കും. സോ ഡയമെൻഷൻ അനാലിസിസ് വഴി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അത് തന്നെയായിരിക്കും ഇത്, അത് തന്നെയായിരിക്കും ഇത്. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇത് ആക്സലറേഷൻ ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? ഇതും ആക്സലറേഷൻ ആയിരിക്കണം. ഇതും എന്തായിരിക്കണം? ഇതും ആക്സലറേഷൻ ആയിരിക്കണം. സോ ലീനിയർ ആക്സലറേഷന് 2 കുഞ്ഞുങ്ങളുണ്ട്. ലീനിയർ ആക്സലറേഷന് 2 കുഞ്ഞുങ്ങളുണ്ട്. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങൾ? നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സലറേഷൻ ആണ്. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ വെക്ടർ ആണ്, സോറി ആക്സിൽ വെക്ടർ ആണ്. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തൊരു വെക്ടറാണ്? ഒരു ആക്സിൽ വെക്ടറാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഒരു ആക്സിൽ വെക്ടറാണ് ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. റേഡിയസ് ഉണ്ടോ? അതൊരു റേഡിയൽ വെക്ടറാണ്. ഇത് തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ടാൻജൻഷ്യൽ വെക്ടർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ടാൻജൻഷ്യൽ വെക്ടർ കിട്ടും. സോ ഈ ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. സോ ടാൻജൻഷ്യൽ ആക്സലറേഷൻ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഇക്കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തെടുക്കാം ഒമേഗ. കുഞ്ഞുങ്ങളെ ഒമേഗ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? ഒമേഗ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, അത് ആക്സിലാണ് ഒമേഗ. വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ടാൻജൻഷ്യൽ ആണ്. വെലോസിറ്റി എങ്ങനെയാണ്? ടാൻജൻഷ്യൽ ആണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന വെക്ടർ ആയിരിക്കും റേഡിയൽ വെക്ടർ ആയിരിക്കും. ശരിയല്ലയോ? ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ ആക്സിലാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ആ റേഡിയൽ വെക്ടർ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ എന്താണത്? ആ റേഡിയൽ ആക്സലറേഷൻ ആണ്. റേഡിയൽ ആക്സലറേഷന് മറ്റൊരു പേരുണ്ട് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഓക്കെ. സോ ലീനിയർ ആക്സലറേഷന് 2 കുഞ്ഞുങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷനും അതുപോലെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. കുഞ്ഞുങ്ങളെ എന്താണ് ലീനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ പറയും സാർ ലീനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാക്കണം. ലീനിയർ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാക്കുന്ന ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ആക്സലറേഷൻ. ഈ കാര്യം മനസ്സിലായോ? എന്താ പറഞ്ഞേ? ലീനിയർ ആക്സലറേഷൻ എന്താണ്? എന്താ ലീനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത്? ലീനിയർ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ലീനിയർ വെലോസിറ്റി കണ്ടോ, ഈ ലീനിയർ വെലോസിറ്റി എന്ത് ചെയ്യണം? അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ചേഞ്ച് ചെയ്യിക്കുന്ന ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് ലീനിയർ ആക്സലറേഷൻ. വെലോസിറ്റി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം? വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. സോ വെലോസിറ്റി ഡയറക്ഷനാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത്തരം ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ത് ചേഞ്ച് ചെയ്യും? ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കും. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആരെ ചേഞ്ച് ചെയ്യിക്കും? ഡയറക്ഷനെ ചേഞ്ച് ചെയ്യിക്കും. ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്തിനെ ചേഞ്ച് ചെയ്യിക്കും? മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യിക്കും. കണ്ടോ? സോ ലീനിയർ വെലോസിറ്റിയുടെ ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ആര്? ലീനിയർ ആക്സലറേഷൻ. അപ്പോൾ ലീനിയർ ആക്സലറേഷൻ 2 കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ ആരൊക്കെയാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ട്, അതുപോലെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ട്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ത് ചെയ്യും? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യിക്കും. കണ്ടോ? ഈ മാഗ്നിറ്റ്യൂഡിനെ 4നെ 5 ആക്കും, 5നെ 6 ആക്കും, 6നെ 7 ആക്കും. അങ്ങനെ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യിക്കും. പക്ഷേ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അതാരെ ചേഞ്ച് ചെയ്യിക്കും? ഡയറക്ഷനെ ചേഞ്ച് ചെയ്യിക്കും. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. കണ്ടോ? ഡയറക്ഷനെ ചേഞ്ച് ചെയ്യിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം. സോ അതാണ് ലീനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? പറഞ്ഞേ
ലീനിയർ വെലോസിറ്റിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്, എത്ര പാർട്ടുണ്ട്? നിങ്ങൾ പറയും സാർ 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, മറ്റത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ത് ചെയ്യും? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ജോലി എന്താണ്? ആ വെലോസിറ്റിയുടെ, ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ, ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുക എന്നാണ് ഇവന്റെ ജോലി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യിക്കേണ്ടത് ആരുടെ ജോലിയാണ്? ഇവരുടെ ജോലിയാണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷന്റെ ജോലിയാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. സോ നമ്മളാണെങ്കിൽ മനസ്സിലാക്കി വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ ആക്സിലറേഷൻ ആൻഡ് ലീനിയർ ആക്സിലറേഷൻ. എന്താണ് ആ റിലേഷൻ? എന്താണ്? ലീനിയർ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അത് എന്തുണ്ട്? ആംഗുലാർ ആക്സിലറേഷൻ കിടപ്പുണ്ട്. പ്ലസ് ഇനി ആരുണ്ട്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. ഈ കാര്യം മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഓരോ ആക്സിലറേഷനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. നമ്മൾ ആദ്യമേ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എടുക്കും, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പറ്റിയും എടുക്കും, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം ഈ നെറ്റ് ആക്സിലറേഷൻ, ആകെ ആക്സിലറേഷൻ പറ്റിയും ചർച്ച ചെയ്യാം. ഓക്കെ ആണോ? സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓരോ ആക്സിലറേഷനും എടുത്ത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ടാൻജൻഷ്യൽ ആക്സിലറേഷനും അതുപോലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷനും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ലീനിയർ ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ലീനിയർ ആക്സിലറേഷന് 2 കുഞ്ഞുങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷനും സെൻട്രിപെറ്റൽ ആക്സിലറേഷനും. നമ്മളതിൽ ഫസ്റ്റ് ആക്സിലറേഷൻ എടുക്കാൻ പോവുകയാണ്, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. കുഞ്ഞുങ്ങളെ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? താണ്ടെ ഒരു ബോഡി ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ അതിന് ടാൻജൻ്റ് ആയിരിക്കും. ഉണ്ടോ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കറങ്ങുന്ന വസ്തുവിന് ടാൻജൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ കേട്ടത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. നമുക്ക് ടാൻജൻഷ്യൽ ആക്സിലറേഷനെ AT എന്ന് വിളിക്കാം. ഉണ്ടോ? ഇതിൻ്റെ മീനിങ് എന്താണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇക്വേഷൻ ആൽഫ ക്രോസ് ആർ എന്നാണ്. നമ്മൾ അങ്ങനെ പഠിച്ചേ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്ക്, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ക്രോസ് ആർ. സോ നമ്മൾ പറഞ്ഞു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്താണ്? ആൽഫ ക്രോസ് ആർ ആണ്. ഇനി എന്താണ് ആൽഫ ക്രോസ്? നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതി കഴിഞ്ഞാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ വെക്ടർ ഫോം അല്ല, ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാൻ പോവുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ പറയും? എ ബി സൈൻ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ പറയാം? ആൽഫ ആർ സൈൻ തീറ്റ. തീറ്റ എത്രയാണ്? ആൽഫയ്ക്കും ആറിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? നിങ്ങൾ പറയും സർ 90 ഡിഗ്രി. നമുക്കറിയാം. കാര്യം സർക്കുലർ മോഷനിലാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, റേഡിയസ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഒന്നുകിൽ ആൽഫ മുകളിലേക്കാവും, അല്ലെങ്കിൽ ആൽഫ താഴേക്കാകാം. ആംഗുലർ ആക്സിലറേഷൻ മുകളിലേക്കോ താഴേക്കോ ആണത് ആക്സിയൽ വെക്ടറാണ്, ഇത് റേഡിയൽ വെക്ടറാണ്. ഉറപ്പായിട്ടും ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്കറിയാം ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ആർ ആൽഫയാണ്. മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? തിരിച്ചും മറിച്ചൊക്കെ പറയാം. ആൽഫ ആറെന്നോ ആർ ആൽഫ എന്നൊക്കെ പറയാം, നോ പ്രോബ്ലം. പക്ഷേ വെക്ടർ സൈൻ ഇടുമ്പോൾ ഇങ്ങനെ എഴുതണം. ആൽഫ ആദ്യം എഴുതണം, ആറിന് രണ്ടാമത് എഴുതണം. ഉറപ്പാണേ? ഈ കാര്യം മനസ്സിലായേ? ഓക്കെ. സോ നമുക്ക് മനസ്സിലായി ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലായി. എന്താണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞേ? നിങ്ങൾ പറയും സാർ ആർ ആൽഫയാണ്. ആർ എന്താണ്? റേഡിയസ് ആണ്. ആൽഫ എന്താണ്? ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ഓക്കെ ആണോ? പിന്നെ യൂണിറ്റ് എന്തായിരിക്കും? സാധാരണ ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. ഇത് നോക്കണേ, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കി. ഇനി നമുക്ക് ഡയറക്ഷൻ വേണ്ടേ? നമ്മൾ സാർ ഡയറക്ഷൻ സാർ ഓൾറെഡി പറഞ്ഞു തന്നല്ലോ, അത് ടാൻജൻ്റ് ആണ്. ഞാൻ പറയും ടാൻജൻറ്റ് 2 തരത്തിൽ വരയ്ക്കാം. ഒന്നുകിൽ ടാൻജൻ്റ് ആണെങ്കിൽ ഇങ്ങനെ പോയിക്കൂടെ? പോകാം. അല്ലെങ്കിൽ ടാൻജൻറ്റ് ഇങ്ങനെയും പോയിക്കൂടെ? അതും പോകാം. സോ ഏതാണ് ശരി? അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? നമുക്ക് നോക്കാം. ആക്സിലറേഷൻ പറയുമ്പോൾ നിങ്ങൾ കറക്കം നോക്കിയിട്ടല്ല ഡയറക്ഷൻ പറയണത്. ഏത് ആക്സിലറേഷൻ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും തെറ്റിക്കുന്നൊരു ഭാഗമാണ്. ആക്സിലറേഷൻ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും ബോഡി ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ആക്സിലറേഷൻ ഇങ്ങനെയാണ്. തെറ്റാണ്. ഒരിക്കലും ആക്സിലറേഷൻ അങ്ങനെ പറയരുത്. നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് വെലോസിറ്റി എങ്ങനെ പറയാം? ബോഡി എങ്ങനെയാണോ കറങ്ങുന്നത് ആ ഡയറക്ഷൻ ആയിരിക്കും വെലോസിറ്റി എന്ന് പറയാം. പക്ഷേ ആക്സിലറേഷൻ അങ്ങനെ പറയരുത്. കാര്യം ആക്സിലറേഷനെ തീരുമാനിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. മനസ്സിലായോ? ആക്സിലറേഷൻ തീരുമാനിക്കുന്ന ആരാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ഓക്കെ, ഞാൻ ഈ കാര്യം മനസ്സിലാക്കി തരാം. ഇവിടെയാണെങ്കിൽ
നമ്മുടെ ബോഡി ഉണ്ട്, ആ ബോഡിക്ക് 3 അവസ്ഥകളുണ്ട്. ഒന്ന്, അതിൻ്റെ സ്പീഡ് കൂടാൻ പോവുകയാണ്, സ്പീഡ് അപ്പ്, സ്പീഡ് അപ്പ്, സ്പീഡ് കൂടാൻ പോവുകയാണ്. അപ്പോൾ വെലോസിറ്റി കൂടും, വെലോസിറ്റിയുടെ വാല്യൂ എന്തോ ചെയ്യും, കൂടും. ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്, ബോഡി ഇങ്ങനെ കറങ്ങുകയാണ്. സോ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും. സോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും കൂടും. സോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടണമെങ്കിൽ ആക്സിലറേഷൻ ആരെ സപ്പോർട്ട് ചെയ്യണം? വെലോസിറ്റി സപ്പോർട്ട് ചെയ്യണം. അതായത് വെലോസിറ്റി എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും ആര്? ആക്സിലറേഷൻ. ഏത് ആക്സിലറേഷൻ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സോ സ്പീഡ് അപ്പ് ആണ് എങ്കിൽ വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ. ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നീറ്റിന് ചോദിച്ചിട്ടുണ്ട്, ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്, കേട്ടിരിക്കുക. എന്താ ഞാൻ പറഞ്ഞത്? സ്പീഡ് അപ്പ് ആണെങ്കിൽ, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലായിരിക്കും ആര്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഇനി സ്പീഡ് ഡൗൺ ആണെങ്കിലോ? സ്പീഡ് കുറയാൻ പോവുകയാണ്, സ്പീഡ് കുറയാൻ പോവുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. സ്പീഡ് കുറയുകയാണ്, അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ സ്പീഡ് കുറയാൻ പോവുകയാണ്, വെലോസിറ്റി കുറയുകയാണ്. എപ്പോഴാണ് കുഞ്ഞുങ്ങളെ വെലോസിറ്റി കുറയണത്? നിങ്ങൾ പറയും സർ വെലോസിറ്റി കുറയണമെങ്കിൽ ആക്സിലറേഷൻ വെലോസിറ്റിയെ ഒപ്പോസ് ചെയ്യണം. സോ ഈ കേസിൽ ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഈ 2 കേസിലും ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്പീഡ് അപ്പ് ആണെങ്കിൽ എന്താണ്? വെലോസിറ്റിയും ടാൻജൻഷ്യൽ ആക്സിലറേഷനും സെയിം ഡയറക്ഷനാണ്. പക്ഷേ സ്പീഡ് ഡൗൺ ആണെങ്കിലോ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സോ ഇതെന്താണ്? സ്പീഡ് ഡൗൺ ആണ്, സ്പീഡ് ഡൗൺ. അപ്പോൾ സ്പീഡ് അപ്പ് മനസ്സിലായി, നമുക്ക് സ്പീഡ് ഡൗണും മനസ്സിലായി. ഇനി കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിലോ? നോ ചേഞ്ച് ഇൻ സ്പീഡ്, സ്പീഡിന് ചേഞ്ച് ഇല്ല, വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഉണ്ടോ? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് സ്പീഡ്, കോൺസ്റ്റന്റ് സ്പീഡ്. അപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം ആണ്. വെലോസിറ്റി കൂടുകയോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുകയോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും ആക്സിലറേഷൻ ഇല്ല. സോ ആ കണ്ടീഷനിലാണെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആയിരിക്കും എപ്പോഴാണെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ. സോ ഒരു ബോഡിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷനിലാണ്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പീഡിലാണ് കറങ്ങുന്നത്, ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങുകയാണ്. ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. ഒമേഗ എന്താണ്? എ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ്. സോ ഒമേഗ കറക്കത്തിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. കറക്കത്തിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്സിലറേഷൻ 0 ആയിരിക്കണം. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തില്ലേ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ലേ? ശ്രദ്ധിക്കണം, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഇവിടുത്തെ കേസ് എല്ലാം നോക്കി, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എവിടെയെങ്കിലും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവും. ഒരിക്കലും ഡയറക്ഷനെ ആർക്കും ബന്ധമില്ല. ഡയറക്ഷനും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വെലോസിറ്റിയുടെ ഡയറക്ഷനും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ ആരും തമ്മിലുള്ള ബന്ധം? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ തമ്മിൽ ബന്ധമുണ്ട്. സ്പീഡ് അപ്പ് ചെയ്യുകയാണ്, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയെങ്കിൽ വെലോസിറ്റി പോകുന്നതിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സ്പീഡ് ഡൗൺ ആണ്, സ്പീഡ് കുറയുകയാണ്, അങ്ങനെയെങ്കിൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഇനി കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ വെലോസിറ്റിക്ക് ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടാവുകയില്ല, ആ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് സ്പീഡ് കിടന്ന് കറങ്ങുന്നത്. ഇക്കാര്യം മനസ്സിലായോ? സോ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. എന്താണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇക്വേഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ, അതുപോലെ തന്നെ ഡയറക്ഷനും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഫാക്ടേഴ്സ് പറയുകയാണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ക്യാൻ ഓൺലി ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി, ഇറ്റ് കനോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ. ഒരിക്കലും ടാൻജൻഷ്യൽ ആക്സിലറേഷന് ആരെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല? ഡയറക്ഷനെ തൊടാൻ പോലും പറ്റത്തില്ല. നോക്ക്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അങ്ങോട്ട് പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആർക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും? മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് ചെയ്യാൻ കഴിയും. കണ്ടോ? മാഗ്നിറ്റ്യൂഡ് കൂട്ടാനും കുറയ്ക്കാനും ആർക്ക് കഴിയും? നമ്മളുടെ ടാൻജൻഷ്യൽ ആക്സിലറേഷന് കഴിയും. ഈ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ക്വസ്റ്റ്യനകത്താണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, നമുക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിച്ചിരിക്കണം. പല കുട്ടികളും ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ നേരത്താണെങ്കിൽ വായിച്ചിട്ട് തെറ്റായ രീതിയിൽ ആൻസർ ചെയ്യാൻ കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക.
മനസ്സിലാക്കിയെടുക്കുക. ഒരു ബോഡി കറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ഒരു ബോഡി കറങ്ങുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി 5 നിന്നും 8 ചേഞ്ച് ആയി. അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നേ, ആ ചേഞ്ച് ആയത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആക്സലറേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ആക്സലറേഷനാണ് കിട്ടുന്നത്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണോ കിട്ടുന്നത്, അതോ നിങ്ങൾക്ക് ടോട്ടൽ ആക്സലറേഷൻ ആണോ കിട്ടുന്നത്, അതോ നിങ്ങൾക്ക് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണോ കിട്ടുന്നത്? നിങ്ങൾ പല ആൾക്കാരും ടോട്ടൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞ് കണക്ക് ചെയ്യും, ആൻസർ തെറ്റിപ്പോവും. ശ്രദ്ധിക്കണം, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ആരെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആരായിരിക്കും? അത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് ഞാൻ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കും, പക്ഷേ ഇത് ഓർത്തിരിക്കണം. എന്താണ്? ഒരു ബോഡി കറങ്ങുകയാണ്, അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണ്, അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ആരായിരിക്കും ആക്സലറേഷൻ കൊടുക്കുന്നത്? അത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആയിരിക്കും. സോ ടാൻജൻഷ്യൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. സോ ടാൻജൻഷ്യൽ ആക്സലറേഷൻ അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ടാൻജൻഷ്യൽ ആക്സലറേഷന് ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ ടൈം ഡി ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കറങ്ങുന്ന ബോഡിയുടെ ലീനിയർ സ്പീഡ്, ഇത് സ്പീഡാണ്, ലീനിയർ സ്പീഡിനെ കണ്ടോ, ആ സ്പീഡിനെ ഡയറക്ഷനല്ല എടുക്കുന്നത്, ഡയറക്ഷൻ കളഞ്ഞേക്ക്, സ്പീഡിനെ ചേഞ്ച് ചെയ്യുന്ന ആരാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് നിങ്ങളിവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എടുത്തുള്ളൂ. പല ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെറും ആക്സലറേഷൻ എന്നിട്ടും, വെറും ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ആക്സലറേഷൻ, നമ്മൾ പഠിക്കും അതിനെപ്പറ്റി. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ തെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ട് കുട്ടികൾ അങ്ങനെ ചെയ്യും, ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ നമുക്ക് ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്താണെന്നും അതിൻ്റെ ഇക്വേഷനും അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനെ പറ്റി നല്ലൊരു ധാരണയുണ്ട്. ഉറപ്പാണേ? അങ്ങനെ നമുക്ക് അടുത്ത ആക്സലറേഷനെ പറ്റി നോക്കാം. നമ്മൾ അടുത്ത ആക്സലറേഷനാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അടുത്തയാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ നമുക്കതിനെ ആക്സലറേഷൻ സെൻട്രിപെറ്റൽ എഴുതാം. ചില ആൾക്കാർ എ സി എന്ന് മാത്രം എഴുതും, എ താഴെ സി എന്ന് മാത്രം എഴുതും. ഞാൻ സി പി എന്ന് എഴുതാൻ പോവാണ്, എ സി പി, സെൻട്രിപെറ്റൽ. ഓക്കെ, നോക്കാം ആക്സലറേഷൻ സെൻട്രിപെറ്റൽ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെയാണെങ്കിൽ ഒരു ബോഡി സർക്കുലർ മോഷനിൽ പെട്ടു. നമുക്കറിയാം ഉറപ്പായിട്ടും ആര് ഉണ്ട്? ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി മാഗ്നിറ്റ്യൂഡിനെ ആരാ ചേഞ്ച് ചെയ്യിച്ചേ? നിങ്ങൾ പറയും സർ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അതാരാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ് മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യിക്കുന്നത്. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ലേ? ഡയറക്ഷൻ എന്ത് ചെയ്ത്? ചേഞ്ച് ചെയ്ത്. ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങോട്ടാണ്. ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. സോ ഉറപ്പായിട്ടും ആരുണ്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ കൂടി ആരുണ്ട്? ഡയറക്ഷൻ വ്യത്യസ്തമുണ്ട്. അപ്പോൾ ഡയറക്ഷനെ ആരോ ചേഞ്ച് ചെയ്യിച്ചു. ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നവനാണ് ആര്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ, ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ, ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യിക്കുന്ന ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഇക്കാര്യം മനസ്സിലായോ? ഒരിക്കലും സെൻട്രിപെറ്റൽ ആക്സലറേഷന് മാഗ്നിറ്റ്യൂഡിനെ തൊടാൻ കൂടി കഴിയത്തില്ല, മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. കൂടുതൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവത്തില്ല. പിന്നെ ആരാ ചേഞ്ച് ആവുന്നത്? ചേഞ്ച് ആവുന്നത് അതിൻ്റെ ഡയറക്ഷനാണ് ചേഞ്ച് ആവുന്നത്. മനസ്സിലായോ? സോ ഓരോ ആൾക്കാർക്കും പ്രത്യേകമായ ഒരു ഡ്യൂട്ടി ഉണ്ട്. ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഇതൊക്കെ ഉണ്ട്. ടാൻജൻഷ്യൽ വെലോസിറ്റിക്ക് അല്ലെങ്കിൽ ഈ വെലോസിറ്റിക്ക് രണ്ട് ഭാഗമുണ്ട്. ഇതൊക്കെയാണ് ഡയറക്ഷൻ ഉണ്ട്, വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുന്ന ജോലി ആർക്കാണ്? അത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ്. ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്ന ജോലി ആർക്കാണ്? അത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. ഈ കാര്യം മനസ്സിലായോ? ഓക്കെ, നമുക്ക് മനസ്സിലായി. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ജോലി മനസ്സിലായി. എന്താണ്? വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണേ? സിമ്പിൾ ആണേ? ഇനി നോക്കുക. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എപ്പോഴും ബോഡിക്ക് സെൻറ്ററിലേക്ക്, ബോഡിയിൽ നിന്നും സെൻറ്ററിലേക്ക്, ബോഡി ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്നും സെൻറ്ററിലേക്ക്, ബോഡി ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്നും സെൻറ്ററിലേക്ക്. കണ്ടോ? സോ എപ്പോഴും സെൻറ്ററിലേക്കായിരിക്കും ആര് പോയിന്റ് ചെയ്യുന്നത്? ആ ആക്സലറേഷൻ സെൻട്രിപെറ്റൽ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എപ്പോഴും സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യണത്.
അതുകൊണ്ട് പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സെൻറ്ററിലേക്കാണ് എപ്പോഴും ആക്ട് ചെയ്യണത്, സോ ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സെയിം ആണ്. ആണോ? ഡയറക്ഷൻ സെയിം ആണോ? അല്ല. ബോഡി ഓരോ പൊസിഷനിൽ നിൽക്കുമ്പോഴും അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ മൈനസ് ഐ ക്യാപ്പാണ്, ഇവിടെ മൈനസ് ജെ ക്യാപ്പാണ്, ഇവിടെ വീണ്ടും മൈനസ് പ്ലസ് ഐ ക്യാപ്പായിട്ട് മാറി, ഇവിടെ വീണ്ടും പ്ലസ് ജെ ക്യാപ്പായിട്ട് മാറി. സോ ഇവിടെ ആണെങ്കിൽ ഉറപ്പായിട്ടും ബോഡി കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ആർക്ക് മാറ്റമുണ്ട്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആവാം, പക്ഷേ ഡയറക്ഷൻ ഒരിക്കലും കോൺസ്റ്റൻ്റ് ആവുകയില്ല. ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? പല ആൾക്കാരും പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, എപ്പോഴും ടുവേർഡ്സ് സെൻറ്റർ ആണ്. പറഞ്ഞാൽ ഡയറക്ഷൻ എപ്പോഴും ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും, പക്ഷേ കോൺസ്റ്റൻ്റ് ആണോ? അല്ല. ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കാര്യം മനസ്സിലായോ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി നോക്കാം. സോ നമുക്ക് മനസ്സിലായി സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ യൂസ് ചെയ്യണത്. ഇനി അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? എങ്ങോട്ടാണ് ആക്ട് ചെയ്യണത്? സെൻറ്ററിലേക്കാണ് ആക്ട് ചെയ്യണത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ബോഡി മാറുന്നതനുസരിച്ച്, ബോഡിയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി ചർച്ച ചെയ്യാം. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി നോക്കാം. സോ നമ്മളാണെങ്കിൽ മുന്നേ എടുത്തപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം. ഇവിടെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്നാണ്, സോറി വി എന്നായിരുന്നു, ഒമേഗ ക്രോസ് വി എന്നായിരുന്നു. സോ നമുക്ക് എഴുതാം സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് വി. ഒമേഗയും വി തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഒമേഗ എപ്പോഴും ഒരു ആക്സിൽ വെക്ടറാണ്, വി എന്ന് പറയുന്നത് ഒരു ടാൻജൻഷ്യൽ വെക്ടറാണ്. അപ്പോൾ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ നമുക്ക് പറയാം മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു വി ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ. കേട്ടോ, പറയാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ വി ഒമേഗ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുമ്പോൾ ഈ ഡയറക്ഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എഴുതാൻ കഴിയും, നോ പ്രോബ്ലം. തീറ്റ എത്ര കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സാർ തീറ്റ 90 ഡിഗ്രി ആണ്. സോ സൈൻ 90 1 ആയിട്ട് മാറും. ആക്സലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ വി ഒമേഗ. സോ വി ഒമേഗ എന്ന ഇക്വേഷൻ ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് വി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. വി വിച്ച് ഈസ് ഈക്വൽ എന്തുവാണ്? ആർ ഒമേഗയാണ്. അങ്ങനെയെങ്കിൽ വിക്ക് പകരം പറയാം ആർ ഒമേഗ. സോ ആക്സലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു വിക്ക് പകരം പറയാം ആർ ഒമേഗ. ഇനി ആരുണ്ട്? വിക്ക് പകരം പറഞ്ഞു ആർ ഒമേഗ, ഒരു ഒമേഗയുണ്ട്, സോ ഒമേഗ സ്ക്വയർ. സോ അടുത്ത ഇക്വേഷൻ ആർ ഒമേഗ സ്ക്വയർ. കണ്ടോ? ഇനിയാണെങ്കിൽ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ എങ്ങനെ പറയാം? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ എന്ന് പറയാം. ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ. സോ ആക്സലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ വി അതുപോലെ എഴുതി, ഒമേഗയ്ക്ക് പകരം എന്ത് പറയാം? സോ നേരത്തെ ആണെങ്കിൽ വിക്ക് പകരം പറഞ്ഞു, ഇപ്പോൾ ഒമേഗയ്ക്ക് പകരം പറയുകയാണ്. ഒമേഗയ്ക്ക് പകരം എന്ത് പറയാം? വി ഡിവൈഡ് ബൈ ആർ. സോ വി ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ഇങ്ങനെയും ഇക്വേഷൻ ഉണ്ട്. സോ ഇത്ര ഇക്വേഷൻ ഉണ്ട്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വി ഒമേഗ ഒരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ ആണ് ആർ ഒമേഗ സ്ക്വയർ. അടുത്ത ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ഇങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട്. സാധാരണ ഇതിൽ നമ്മൾ ഈ 2 ഇക്വേഷൻസ് ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ, കറങ്ങുന്ന ബോഡിയുടെ ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്ന ആക്സലറേഷൻ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അത് എപ്പോഴും എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? സെൻറ്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടോ? വളരെ സിമ്പിളല്ലേ? വളരെ വളരെ സിമ്പിളായ കോൺസെപ്റ്റാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ബോഡിയാണെങ്കിൽ കറങ്ങുന്ന ബോഡിയുടെ സ്പീഡ് കൂടാൻ പോവുകയാണ്. സ്പീഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സ്പീഡ് അപ്പ്. അതായത് സ്പീഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ആര് ചേഞ്ച് ചെയ്യും? ഒമേഗ കൂടും. നമുക്കറിയാം
സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ ആണ്. സോ ഒമേഗ കൂടുന്നതനുസരിച്ച് ആർക്കും മാറ്റം ഉണ്ടാകും. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സെൻട്രിപെറ്റലും കൂടിക്കൊണ്ടിരിക്കും. കണ്ടോ, കറക്കത്തിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും മാറിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഇനി സ്പീഡ് ഡൗൺ ആണെങ്കിലോ, സ്പീഡ് ഡൗൺ ഒമേഗേൻ്റെ വാല്യൂ കുറയുകയാണ്. ഒമേഗേൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ആരും കുറയും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂവും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഇനി കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിലോ, കോൺസ്റ്റന്റ് സ്പീഡ് അവിടെ ഒമേഗ എന്തായിരിക്കും? എ കോൺസ്റ്റന്റ് ആണ്. ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആരും കോൺസ്റ്റന്റ് ആയിരിക്കും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാര്യം എന്താണ്? റേഡിയസ് കോൺസ്റ്റന്റ് ആണ്. ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ റേഡിയസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ പാർട്ടിക്കിളിന്റെ റേഡിയസ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്തുമായിരിക്കും? എ കോൺസ്റ്റന്റ്. ഈ കാര്യം മനസ്സിലായോ? സോ കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ല സ്പീഡ് ഡൗൺ ആണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂം കുറയും. അല്ല സ്പീഡ് അപ്പ് ആണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വാല്യൂവും കൂടും. അപ്പോൾ ഒമേഗ കൂടുന്നതനുസരിച്ച് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കൂടും. ഒമേഗ കുറഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കുറയും. ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. കറങ്ങുന്ന ബോഡിയാണ് എങ്കിൽ, ഒരു ബോഡിക്ക് കറക്കമുണ്ടോ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് കാണും? അതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, എന്നാലേ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. സോ ഒരു കാർ ഇങ്ങനെ പോവുകയാണ്, ഒരു കാർ ഇങ്ങനെ വളവ് തിരിയുകയാണ്, അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വെലോസിറ്റി ചേഞ്ച് ചെയ്യണ്ടേ, എന്നാലേ വളവ് തിരിയത്തുള്ളൂ. കണ്ടോ? അപ്പോൾ ആ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പിടിച്ച് വലിക്കണം. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വേണം, എന്നാലേ കാർ എന്ത് ചെയ്യത്തുള്ളൂ? വളവ് തിരിയത്തുള്ളൂ. മനസ്സിലായോ? സോ ഇവിടെയാണെങ്കിൽ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ വേണം. ഉണ്ടോ? ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോഴ്സും ഉണ്ട്. സോ സെൻറ്ററിലേക്ക് ആരെങ്കിലും പിടിച്ച് വലിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ വെലോസിറ്റി ഇങ്ങനെ വളഞ്ഞ് വരത്തുള്ളൂ. സോ ബോഡിക്ക് കറങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും ആര് വേണം? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കൂടിയേ തീരത്തുള്ളൂ, ഉറപ്പായും വേണം. എന്ന് വെച്ച് ബോഡിയുടെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണ്ട വിചാരിച്ചു. എനിക്ക് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണ്ട, അങ്ങനെ സർക്കുലർ മോഷൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. സോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെയും ആർക്കും മോഷൻ ഉണ്ടാവാം, സർക്കുലർ മോഷൻ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ യൂണിഫോം സർക്കുലർ മോഷൻ. സോ യൂണിഫോം സർക്കുലർ മോഷനിൽ അതിൻ്റെ മീനിങ് എന്താണ്? യൂണിഫോം ആണ്, സ്പീഡ് ഒരുപോലെയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിൽ ആര് കാണത്തില്ല? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണത്തില്ല. പക്ഷേ അവിടെ ഉറപ്പായിട്ട് എന്ത് കാണും? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അവിടെയും കാണും. കാര്യം എന്താണ്? കറക്കമുണ്ടോ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. പക്ഷേ ആർക്ക് നിർബന്ധമില്ല? എപ്പോഴും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എപ്പോഴും വേണമെന്ന് നിർബന്ധമില്ല. കാര്യം എന്താണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, സ്പീഡ് അപ്പ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സ്പീഡ് ഡൗൺ ഉണ്ടാകുമ്പോഴാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ആര് മാത്രമേ കാണത്തുള്ളൂ? ഒരു ബോഡി കോൺസ്റ്റന്റ് സ്പീഡിലാണ് കറങ്ങുന്നതെങ്കിൽ ആര് മാത്രമേ കാണുകയുള്ളൂ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രമേ കാണുകയുള്ളൂ. സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ലീനിയർ ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് ആരാണ്? ഒന്നെന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. മറ്റേതാരാണ്? മറ്റേതെന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ പഠിച്ചു, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പഠിച്ചു. ഇത് നമുക്ക് നോക്കാം ടോട്ടൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ നെറ്റ് ആക്സിലറേഷൻ. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് നെറ്റ് ആക്സിലറേഷനെ പറ്റിയാണ്. സോ അടുത്തതാണ് നെറ്റ് ആക്സിലറേഷൻ. നമ്മൾ നെറ്റ് ആക്സിലറേഷനെ നെറ്റ് എന്ന് എഴുതത്തില്ല, ഇങ്ങനെയൊന്നും എഴുതത്തില്ല, എന്ന് മാത്രമേ എഴുതുള്ളൂ. ഉണ്ടോ? ലീനിയർ ആക്സിലറേഷൻ അല്ലെങ്കിൽ നെറ്റ് ലീനിയർ ആക്സിലറേഷൻ ഒരു വെക്ടറാണ്. നമുക്കറിയാം ഈ വെക്ടർ ഏതൊക്കെ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്? ടാൻജൻഷ്യൽ ആക്സിലറേഷനും അതുപോലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷനും ഒരുമിക്കുമ്പോഴാണ്, ചേരുമ്പോഴാണ് ആരുണ്ടാവുന്നത്? ടോട്ടൽ ലീനിയർ ആക്സിലറേഷൻ കിട്ടുന്നത്. ഈ കാര്യം മനസ്സിലായോ? സോ ടോട്ടൽ ലീനിയർ ആക്സിലറേഷൻ ഈസ് ദ വെക്ടർ സം ഓഫ്, വെറുതെ അങ്ങ് ആഡ് ചെയ്താൽ പോരാ, വെറുതെ അങ്ങ് ആഡ് ചെയ്താൽ ശരിയാവത്തില്ല. സോ വെക്ടർ സം ഓഫ് ഏതൊക്കെ ആക്സിലറേഷൻ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആൻഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ.
കാര്യം ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെയും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെയും ഡയറക്ഷൻ വ്യത്യസ്തമാണ്. ഒരേ ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ അങ്ങ് ആഡ് ചെയ്യാമായിരുന്നു. ഇത് ഒരേ ഡയറക്ഷൻ ആണോ? അല്ല. നോക്ക്, ഒരു ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എങ്ങനെ ആക്ട് ചെയ്യണത്? അത് ടാൻജൻഷ്യൽ ആയിട്ടാണ്. കണ്ടോ, ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ താഴേക്ക്. നമ്മൾ പറയും ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചോ. ഇതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സോ ഇതാണ് എ ടാൻജൻഷ്യൽ. ഇനിയാണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? അത് ഇങ്ങോട്ടാണ്, സെൻട്രലിലേക്കാണ്. ബോഡി ഇവിടെയാണെങ്കിൽ അത് സെൻട്രലിലേക്കാണ്. ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ഇങ്ങോട്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം നമ്മളുടെ പാരലോഗ്രാം ലോ അനുസരിച്ചാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ്. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കിട്ടും. മനസ്സിലാവുണ്ടോ? ഞാൻ മറ്റൊരു കളറിൽ വരയ്ക്കാം. ഇതിനെ കിട്ടും. ഇതാണ് നെറ്റ് ആക്സിലറേഷൻ എ എന്ന് പറയുന്നത്. ഇക്കാര്യം മനസ്സിലായോ? സോ ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കണം. ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫിഗറാണിത്. എന്താണ് സംഭവം? വളരെ സിമ്പിളാണ്. കറങ്ങുന്ന ബോഡി, ഇത് ബോഡിയാണ്. ഇത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇതായിരിക്കും എന്ത്? റിസൾട്ടൻ്റ് ആക്സിലറേഷൻ. അതാണ് എ എന്ന് പറയുന്നത്. ഏഴ് ഡയറക്ഷൻ പറയണമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ ഞാൻ ഈ ഒരു വെക്ടറിനെ ആണെങ്കിൽ എടുത്തിട്ട്, അതായത് ടാൻജൻഷ്യൽ വെക്ടറിനെ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ഞാൻ മാറ്റി വരയ്ക്കാം. ഞാനിങ്ങോട്ട് മാറ്റി വരച്ച് കാണിച്ചു തരാം. ഇതാണ് ആര്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇതാണ് ആര്? ഇതാണ് നമ്മളുടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഇതിന് ഞാൻ ഇവിടെ ഇരുന്നായിരുന്നു അല്ലേ? ഇങ്ങനെ ഇരുന്നതാണ്. ഇതാണ് നമ്മളുടെ നെറ്റ് ആക്സിലറേഷൻ. ഞാൻ ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. കണ്ടോ, ഇവനെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആരെ കിട്ടി? ട്രയാങ്കിളോ കിട്ടി. ഇതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഇതും ഈ വെക്ടറും ആഡ് ചെയ്യുമ്പോൾ ആരെ കിട്ടും? ഈ വെക്ടറിനെ കിട്ടും. ശരിയാണോ? ഈ വെക്ടറും ആഡ് ചെയ്യുമ്പോൾ ഈ വെക്ടറിനെ കിട്ടും. സോ ഇതാണ് ആംഗിൾ തീറ്റ. തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. എന്താണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ ചോദിക്കും. എങ്ങോട്ടാണ്? വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ലീനിയർ ആക്സിലറേഷൻ? ലീനിയർ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ലീനിയർ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതാണ്. നമ്മൾ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നാണ് എപ്പോഴും ആംഗിൾ പറയുന്നത് അല്ലേ? ഹൊറിസോണ്ടൽ എന്നുള്ള ആംഗിൾ എത്രയാണ്? ഇതാണ്. മനസ്സിലായോ? സോ ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഡിവൈഡ് ബൈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ് വാല്യൂ. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാം നമുക്ക്. സോ സിമ്പിളാണേ, ഇത് വളരെ സിമ്പിളാണേ. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ആരെയാണ്? നെറ്റ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ലീനിയർ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? റൂട്ട് ഓഫ് ആരെ സ്ക്വയർ? ഇവൻ്റെ സ്ക്വയർ. അതായത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ പ്ലസ് ആരെ ആക്സിലറേഷൻ ആണ്? നമ്മളുടെ ലീനിയർ ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ. പൈതഗോറസ് ലോ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഇങ്ങനെ എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ചോദിക്കുന്നുണ്ട്. പരീക്ഷിക്കാണെങ്കിൽ ചോദിക്കും ലീനിയർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലീനിയർ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ പ്ലസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം. ഇത് എവിടുന്നാണ് മനസ്സിലാവണേ? ഈ ഫിഗറിൽ നിന്നും. സോ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കോൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? സോ ഇതിൻ്റെ വാല്യൂ യൂണിറ്റ് എന്താണ്? അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കേട്ടോ, ലീനിയർ ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്നും എന്താണ് ലീനിയർ ആക്സിലറേഷൻ എന്നും എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നുള്ള ധാരണ കിട്ടിക്കാണും. ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ അടുത്ത കോൺസെപ്റ്റാണ്, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു റോഡുണ്ട്, ഒരു വടിയുണ്ട്. കേട്ടോ, അതൊരു റോഡാണ്, ഒരു വടിയാണ്. ഞാൻ ഈ റോഡിനെ എടുത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു റോഡാണ് കേട്ടോ. ഈ റോഡിനെ എന്ത് ചെയ്യാൻ? റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ റൊട്ടേറ്റ് ചെയ്തു. സോ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഞാൻ ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇതാണ് പോയിന്റ് ബി, ഇതാണ് പോയിന്റ് ബി. ആ പോയിന്റ് ഇവിടെ എത്തി.
ഇതാണ് പോയിന്റ് എ, ആ പോയിന്റ് എ ഇവിടെ എത്തി. ഓക്കെ ആണോ? സോ ഞാൻ ഈ റോഡിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. ഇത് പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് എ, പോയിന്റ് ബി. നോക്കണം, പോയിന്റ് എയിലും പോയിന്റ് ബിയിലും തമ്മിലുള്ള വ്യത്യാസം നോക്കാൻ പോവാണ്. കമ്പാരിസൺ ആണ്. പോയിന്റ് എ ഉണ്ടോ? പോയിന്റ് എ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും, ഇതാണ് സെൻറ്റർ, സെൻറ്ററിൽ നിന്നും കറങ്ങുന്ന വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ കറങ്ങുന്ന സർക്കിളിൻ്റെ സെൻറ്ററാണിത്. സെൻറ്ററിൽ നിന്നും ഉള്ള അകലമാണ് ആര്? ഇത്രയും അകലം. സോ ഇവിടെ അകലം കൂടുതലാണ്, ഇവിടെ അകലം കുറവാണ്. എ എന്ന പോയിന്റ് അങ്ങ് ദൂരെ നിൽക്കുന്ന പോയിന്റാണ്, സെൻറ്ററിൽ നിന്നും ദൂരെ നിൽക്കുന്ന പോയിന്റാണ്. ബി എന്ന പോയിന്റ് സെൻറ്ററിൽ നിന്നും അടുത്ത് നിൽക്കുന്ന പോയിന്റാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് പോയപ്പോൾ ആരാണ് പെട്ടെന്ന് എത്തിയത്? എ ആണോ പെട്ടെന്ന് എത്തിയത്? ബി ആണോ പെട്ടെന്ന് എത്തിയത്? സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്കി. സോ ഇത് നമ്മുടെ റൈസാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എയും ബിയും സ്റ്റാർട്ട് ചെയ്തു. അത് എവിടെ എത്തിച്ചേർന്നു? ഇവിടെ ഈ പൊസിഷനിൽ എത്തിച്ചേർന്നു. ഉണ്ടോ? ഇവിടെ എത്തിച്ചേർന്നു. സോ ഈ റേസിലാണെങ്കിൽ ആരാണ് ആദ്യം എത്തിച്ചേർന്നത്? ആരുടെ സമയമാണ് കുറവ്? ടി എ ആണോ വലുത്? ടി ബി ആണോ വലുത്? ആലോചിച്ച് പറ. ആരുടെ ടൈമാണ് വലുത്? ടൈം രണ്ടുപേർക്കും ഒരുപോലെയാണ്. കാര്യം എന്താണ്? അതൊരു പാർട്ടിക്കിളാണ്, രണ്ട് പാർട്ടിക്കിളാണ്, ഒരു ബോഡിയിലെ രണ്ട് പാർട്ടിക്കിളാണ്. സോ ബോഡിക്ക് ഒപ്പമാണിത് മൂവ് ചെയ്യുന്നത്. ബോഡിക്ക് ഒപ്പമാണ് മൂവ് ചെയ്യുന്നത്, അല്ലാതെ ആദ്യം എ എത്തിയിട്ടല്ല പിന്നീട് ബി എത്തുന്നത്. അപ്പോൾ സമയം എന്താണ്? സെയിം ആണ്. ആരുടെ ആംഗിളാണ് വലുത്? ആരുടെ ആംഗിളാണ് വലുത്? എയുടെ ആംഗിളാണോ ബിയുടെ ആംഗിളാണോ വലുത്? സോ ഈ ആംഗിളാണോ അതോ ഈ ആംഗിളാണോ വലുത്? ആംഗിൾ എന്താണ്? സെയിം ആണ്. നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്താലും ആംഗിൾ എത്രയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. ശരിയാണോ? ഇനി ആരുടെ ഒമേഗയാണ് വലുത്? ആരുടെ ആംഗുലാർ വെലോസിറ്റിയാണ് വലുത്? എയുടെ ആംഗുലാർ വെലോസിറ്റി ആണോ ബിയുടെ ആംഗുലാർ വെലോസിറ്റി ആണോ വലുത്? അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ ടി ആണ്. അപ്പം തീറ്റ രണ്ടുപേർക്കും ഒരുപോലെയാണ്, ടി രണ്ടുപേർക്കും ഒരുപോലെയാണ്. അപ്പോൾ ആരും ഒരുപോലെ ആയിരിക്കും? ഒമേഗയും ഒരുപോലെ ആയിരിക്കും. സോ രണ്ടുപേരും ഒരേ സ്പീഡിലാണ് എത്തുന്നത്. കണ്ടോ? ഒരേ കറക്കത്തിൻ്റെ വേഗതയും സെയിം ആണ്. ആരുടെ ആംഗുലാർ ആക്സലേഷൻ ആണ് വലുത്? ആരുടെ ആംഗുലാർ ആക്സലേഷൻ ആണ് വലുത്? അത് രണ്ടുമായിരിക്കും സെയിം ആയിരിക്കും. കാരണം എന്താണ്? കാരണം ആംഗുലാർ ആക്സലേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ ടി ആണ്. സോ ഒമേഗ രണ്ടുപേർക്ക് സെയിം ആണ്, ടിയും രണ്ടുപേർക്ക് സെയിം ആണ്. അപ്പോൾ ആരും സെയിം ആണ്, ആംഗുലാർ ആക്സലറേഷനും സെയിം ആണ്. സോ നോക്ക് നിങ്ങൾ, ഇവിടെയാണെങ്കിൽ എല്ലാ ആംഗുലാർ വേരിയബിൾസും എന്താണ്? സെയിം ആണ്. സോ ഒരു ബോഡിയിലെ റൊട്ടേറ്റ് ചെയ്യുകയാണ്, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണ്, അതിലെ പാർട്ടിക്കിൾസിനെല്ലാം ആംഗുലാർ വേരിയബിൾസ് സെയിം ആണ്. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണ്, കണ്ടോ? ബോഡി എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലെ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ആംഗുലാർ വേരിയബിൾസ്, എന്താണ് ആംഗുലാർ വേരിയബിൾസ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ തുടങ്ങിയ ആംഗുലാർ വേരിയബിൾസ് എല്ലാം സെയിം ആയിരിക്കും. ഓൾ ആംഗുലാർ വേരിയബിൾസ് ആർ സെയിം. അത് മാറ്റം ഉണ്ടാവുമോ? തീറ്റയ്ക്ക് മാറ്റം ഉണ്ടാകത്തില്ല, ഒമേഗയ്ക്ക് മാറ്റം ഉണ്ടാകത്തില്ല, ആൽഫയ്ക്ക് മാറ്റം ഉണ്ടാവുകയില്ല. എങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയിലെ പാർട്ടിക്കിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ഒരു ബോഡിയുടെ പാർട്ടിക്കിളാണ്, അത് ഒരു ബോഡിയുടെ പാർട്ടാണ് ഈ പാർട്ടിക്കിൾസ് എല്ലാം. അങ്ങനെയെങ്കിൽ അവയുടെ എല്ലാം ആംഗുലാർ വേരിയബിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ കാര്യം മനസ്സിലായോ? സോ ഞാനാണെങ്കിൽ ഒരു കമ്പനി എടുത്ത് ഇങ്ങനെ ആട്ടാൻ പോവാണ്. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെല്ലാം ആര് സെയിം ആയിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ ആവശ്യമായ സമയം, അതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലേഷൻ, ഇതെല്ലാം എന്തായിരിക്കും? എല്ലാ പാർട്ടിക്കിളിൻ്റെയും ഇതായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഈ കാര്യം മനസ്സിലായോ? സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ലീനിയർ വേരിയബിൾസോ? ലീനിയർ വേരിയബിൾസോ ഏതൊക്കെ ലീനിയർ വേരിയബിൾസ്? നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് പറയാം. ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് പറയാം. ഡിസ്റ്റൻസ് എക്സ്. എക്സ് എ ആണോ എക്സ് ബി ആണോ വലുത്? സോ ഇവിടെ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് ബി, ഇതാണ് എക്സ് എ. ആരാ വലുത്? ഏത് ഡിസ്റ്റൻസാണ് വലുത്? നിങ്ങൾ പറയും സാർ എക്സ് എ വലുതാണ്, എക്സ് എ വലുതാണ്, എക്സ് ബി ചെറുതാണ്. പറയത്തില്ലേ? പറയും. ഇനിയാണെങ്കിൽ വെലോസിറ്റി, വെലോസിറ്റി എ, വെലോസിറ്റി ബി, ആരാണ് വലുത്? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് ആർക്കാണോ വലുത് അവൻ ആര് കൂടുതലായിരിക്കും? വെലോസിറ്റി കൂടുതലായിരിക്കും. മനസ്സിലായോ? സോ ഇതിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും.
അതുപോലെ ആക്സിലറേഷൻ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആർക്കാ വലുത്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഓഫ് എ ആണോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഓഫ് ബി ആണോ വലുത്? ആരുടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആയിരിക്കും വലുത്? അപ്പോൾ നിങ്ങൾ പറയും സർ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ആൽഫയാണ്. സോ ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. ആൽഫ കോൺസ്റ്റന്റ് ആണ്, രണ്ടുപേർക്കും ആൽഫ ഒരുപോലെയാണ്. പക്ഷേ ആർ എന്താണ്? ആർ എന്ന് പറഞ്ഞത് റേഡിയസ് ആണ്. സോ റേഡിയസ് വ്യത്യസ്തമല്ലേ? ആണ്. എയുടെയും ബിയുടെയും റേഡിയസ് എന്തായിരിക്കും? വ്യത്യസ്തമാണ്. ഇവിടെ റേഡിയസ് കുറവാണ്, പക്ഷേ ഇവിടെ റേഡിയസ് കൂടുതലാണ്. അപ്പോൾ ആർക്കാണോ റേഡിയസ് കൂടുതൽ അവന് ആര് കൂടുതലായിരിക്കും? അവന് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. അതുപോലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷനോ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എ ആണോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ബി ആണോ വലുത്? ഏതാ വലുത്? ആലോചിച്ച് പറ. നമുക്കറിയാം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ പറ. ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ എന്നാണ്. സോ ഒമേഗ രണ്ടുപേർക്ക് സെയിം ആണ്. കണ്ടോ? ഒമേഗ രണ്ടുപേർക്ക് സെയിം ആണ്. പക്ഷെ ആർക്കാണോ റേഡിയസ് കൂടുതൽ അവന് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവൻ്റെ ടോട്ടൽ ആക്സിലറേഷൻ എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും. കണ്ടോ? രണ്ട് ആക്സിലറേഷൻ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ടോട്ടൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. സോ ടോട്ടൽ ലീനിയർ ആക്സിലറേഷൻ ആർക്ക് കൂടുതലായിരിക്കും? ഒറിജിനിൽ നിന്നും അകന്നു നിൽക്കുന്നവന് ലീനിയർ വേരിയബിൾസ് കൂടുതലായിരിക്കും. ദ ലീനിയർ വേരിയബിൾസ് ഹാവ് ലാർജ് വാല്യൂ for the points which are away from origin. ഒറിജിനിൽ നിന്നും മാറി നിൽക്കുന്നവയ്ക്ക് ആര് കൂടുതലായിരിക്കും? ലീനിയർ വേരിയബിൾസ് കൂടുതലായിരിക്കും. പക്ഷെ ആംഗുലാർ വേരിയബിൾസോ എല്ലാവർക്കും സെയിം ആയിരിക്കും. കോൺസെപ്റ്റ് ആണേ. സോ ഒരു ബോഡി ഇങ്ങനെ കറങ്ങാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ ω1 ഒരു പോയിന്റ് ω1 മറ്റേ പോയിന്റ് ω2 തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:1 ആയിരിക്കും. കാര്യം ഒമേഗ രണ്ടുപേർക്ക് സെയിം ആയിരിക്കും. മനസ്സിലായോ? സോ ഇവിടെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആ ബോഡി കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിലെല്ലാം ആര് സെയിം ആയിരിക്കും? ആംഗുലാർ വേരിയബിൾസ് സെയിം ആയിരിക്കും, പക്ഷേ ലീനിയർ വേരിയബിൾസ് വ്യത്യസ്തമായിരിക്കും. എങ്ങനെയായിരിക്കും വ്യത്യസ്തമാകുന്നത്? ആരാണോ ഒറിജിനിൽ നിന്നും അകന്ന് നിൽക്കുന്നത് അവൻ്റെ ലീനിയർ വേരിയബിൾസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അടുത്ത് നിൽക്കുന്നവൻ്റെ ലീനിയർ വേരിയബിൾസ് കുറവായിരിക്കും. ഈ കാര്യം മനസ്സിലായോ? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ഇക്വേഷൻസ് ഇൻ സർക്കുലർ മോഷൻ. നമ്മൾ ലീനിയർ മോഷനിൽ കുറേ ഇക്വേഷൻസ് പഠിച്ചായിരുന്നു അല്ലേ? ആ ഇക്വേഷൻസ് പഠിച്ചതുകൊണ്ടാണ് നമുക്ക് അതിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റിയത്. അതുപോലെ സർക്കുലർ മോഷനിലും ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ലീനിയർ മോഷനിൽ ഇക്വേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? നമ്മൾ ലീനിയർ മോഷനിൽ ഇക്വേഷൻ പഠിച്ചത് ആക്സലറേഷൻ വെച്ചിട്ടാണ്. ആക്സലറേഷൻ എവിടെയാണ് 0 ആവുന്നത്, ആക്സലറേഷൻ എവിടെയാണ് 0 ആവാത്തത്, അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ നിങ്ങൾ അവിടെ എങ്ങനെയാണോ നമ്മൾ ലീനിയർ വെലോസിറ്റിയിലെ അല്ലെങ്കിൽ ലീനിയർ മോഷനിലെ ആണെങ്കിൽ ഇക്വേഷൻസ് പഠിച്ചത്, അതുപോലെ ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിക്കാൻ പോവുകയാണ് സർക്കുലർ മോഷനിൽ. സർക്കുലർ മോഷനിൽ ആക്സലറേഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ആ ഇക്വേഷനെ കാറ്റഗറൈസ് ചെയ്യാൻ പോണത്. ഓക്കെ, ശ്രദ്ധിക്കണം. നമ്മൾ ഈ വീഡിയോയിലാണെങ്കിൽ തിയറി പാർട്ട് മാത്രമേ പറയുന്നുള്ളൂ. തിയറി പാർട്ട്, അതായത് നിങ്ങളുടെ സർക്കുലർ മോഷനെ സംബന്ധിക്കുന്ന എല്ലാ തിയറിയും ഞാൻ ഈ വീഡിയോയിൽ പറയും. ഇതിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യും. സോ ആ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോയിലെ എല്ലാ ടൈപ്പ് കോൺസെപ്റ്റും പഠിച്ചിരിക്കണം. നിങ്ങൾ എഴുതി ഒരു ബുക്ക് എടുത്ത് ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ്, ഞാൻ ഓരോ കോൺസെപ്റ്റും നിർത്തി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓരോ കോൺസെപ്റ്റും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ എഴുതി വെച്ച് അത് പഠിച്ചതിന് ശേഷം മാത്രമേ പ്രോബ്ലം സെക്ഷനിലേക്ക് പോകാവൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വിശാലമായിട്ട് ഈ കോൺസെപ്റ്റിൻ്റെ സെക്ഷൻ എടുക്കുകയും അതിൻ്റെ പ്രോബ്ലം സെക്ഷൻ ആണെങ്കിൽ അടുത്ത വീഡിയോയിലോട്ട് ഞാൻ മാറ്റി വെച്ചതും ഇതുകൊണ്ടാണ്. കാര്യം ഇത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സോ ആംഗുലാർ ആക്സലറേഷൻ 0 ആണെങ്കിൽ, കറങ്ങുന്ന ബോഡിയുടെ ആംഗുലാർ ആക്സലറേഷൻ 0 ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? ആംഗുലാർ ആക്സലറേഷൻ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കത്തിൻ്റെ സ്പീഡ് മാറുന്നില്ലെന്ന അർത്ഥം. കണ്ടോ? ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ്. സോ ആര് കോൺസ്റ്റന്റ് ആണ്? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഒമേഗ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം വി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ.
അതെന്തായിരിക്കും? അതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കണ്ടോ? വി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആരെ കേസിൽ? ആൽഫ 0 ആണെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ, കറക്കത്തിൻ്റെ സ്പീഡ് 0 ആണ്. കറക്കത്തിൻ്റെ സ്പീഡ് കൂടുന്നില്ല, കറക്കത്തിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയും വി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അതും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കാര്യം ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഒരു ബോഡി കറങ്ങുകയാണ്, അതിൻ്റെ റേഡിയസ് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ബോഡി ഒരു പാർട്ടിക്കിൾ കിടന്ന് കറങ്ങുകയാണ്, ആ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ആറ് കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ ഒമേഗയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കും? വി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ നമുക്കറിയാം ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ ടി ആണ്. മനസ്സിലാവുണ്ടോ? വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ എങ്ങനെ പറയാം? ഒമേഗ ടി എന്ന് പറയാം. ബേസ് ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. എന്ത് മോഷനിലാണെങ്കിൽ? യൂണിഫോം. ഈ മോഷൻ വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. സോ യൂണിഫോം സർക്കുലാർ മോഷനിൽ ഏതൊക്കെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഇക്വേഷനാ? ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, വി വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കേണ്ട ബേസ് ഇക്വേഷൻ. പലപ്പോഴും ക്വസ്റ്റനിൽ ഈ തീറ്റ എടുത്ത് തരത്തില്ല. ഒരിക്കലും തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 4π റേഡിയൻ എന്ന് തരത്തില്ല. മിക്ക ക്വസ്റ്റനും തരുന്നത് എങ്ങനെയാണ്? റവല്യൂഷൻ ആയിരിക്കും തരുന്നത്. റവല്യൂഷൻ ക്വസ്റ്റൻ തരുന്നത് റവല്യൂഷൻ. സോ റവല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം 14 റവല്യൂഷൻ എന്ന് കണ്ടു. അപ്പം എങ്ങനെ പറയും? 14 ഇൻറ്റു 2π അത്ര എന്താണ്? റേഡിയൻ. സോ റവല്യൂഷനെ തീറ്റയിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റവല്യൂഷൻ എന്തായിട്ട് മാറും? അത് റേഡിയനിലേക്ക് മാറും, തീറ്റയിലേക്ക് മാറും. സോ തീറ്റ എപ്പോഴും തരുന്നത്, മിക്ക ക്വസ്റ്റനിലും തീറ്റ തരുന്നത് എങ്ങനെയായിരിക്കും? റവല്യൂഷൻ എന്ന വാക്കിലായിരിക്കും. ഓർത്തിരിക്കുക. സോ ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ, മെയിൻ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. കണ്ടോ? ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. വേറെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യരുത്, വേറെ ഒരു ഇക്വേഷനും ടച്ച് ചെയ്യരുത് കേട്ടോ. ടച്ച് പോലും ചെയ്യരുത്. ഇനി അടുത്തത് എന്താണ്? ആക്സലറേഷൻ. ആംഗുലർ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആംഗുലർ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? വി വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതൊക്കെ ആക്സലറേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ആയിരുന്നു. അതുപോലെ ഇവിടെ ആരാ കോൺസ്റ്റൻറ്റ്? ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. ആംഗുലർ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കുന്നേ? ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നിങ്ങൾ പറയണം ഒമേഗ. യു എന്ന് പറഞ്ഞാൽ പറയണം ഒമേഗ 0. എസ് എന്ന് പറഞ്ഞാൽ പറയണം തീറ്റ. ഉണ്ടോ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. എ എന്ന് കണ്ടാൽ പറയണം ആൽഫ. സോ ഈ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. വി എന്താണ്? ഫൈനൽ വെലോസിറ്റി. ഒമേഗ എന്താണ്? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. യു എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. ഒമേഗ 0 എന്താണ്? ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി. എസ് എന്താണ്? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. തീറ്റ എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. എ എന്താണ്? ലീനിയർ ആക്സലറേഷൻ. ആൽഫ എന്താണ്? ആംഗുലാർ ആക്സലറേഷൻ. ഈ കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, അവിടെ പറക്കി ഇങ്ങോട്ട് കൊടുത്താൽ മതി. എങ്ങനെ കൊടുക്കും? വി വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഉണ്ടോ? അടുത്ത് പറഞ്ഞാൽ നീ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഉണ്ടോ? അടുത്ത് പറഞ്ഞേ വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ എവിടെ അപ്ലൈ ചെയ്യാം നമുക്ക്? നമ്മളുടെ ആൽഫ, അതായത് ആംഗുലാർ ആക്സലറേഷൻ എന്ന വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. മനസ്സിലായോ? സോ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ച കൈനമാറ്റിക്സിൽ അല്ലെങ്കിൽ മോഷനെ സ്റ്റെലൈനിൽ പഠിച്ച അതേ ഇക്വേഷൻ്റെ ഫോമാറ്റാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ആക്സലറേഷൻ, ആംഗുലാർ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ല
ആംഗുലർ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആണ്, ബോഡി യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കും, ഈ 2 ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? ഇനിയാണെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ ഒരു വേരിയബിൾ ആണ്. ആംഗുലർ ആക്സിലറേഷൻ വേരിയബിൾ ആണ്. എങ്ങനെ മനസ്സിലാവും? വേരിയബിൾ ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ക്വസ്റ്റ്യൻ തരും ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 3t+2 അല്ലെങ്കിൽ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 4θ+2 ഉണ്ടോ? ഇതിൻ്റെ മീനിങ് എന്താണ്? തീറ്റൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ആൽഫയ്ക്ക് മാറ്റമുണ്ട്, ടീൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ആൽഫയ്ക്ക് മാറ്റമുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ആണ് കാണുന്നതെങ്കിൽ, ഡിഫറൻഷ്യൽ ക്വസ്റ്റൻ ഇതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്യണം. പറഞ്ഞേ, ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു dθ/dt, ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു dω/dt, അതുപോലെ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു dω/dθ ഉണ്ടോ? ഇതെല്ലാം നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ആണ് നേരത്തെ. ആ ഇക്വേഷൻസ് ഒക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ മനസ്സിലായോ എവിടെയാണ് എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഇക്വേഷനാണ്, ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? സോ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പെർഫെക്റ്റ് ആയിട്ട് മാറും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാറും. ഓക്കെ ആണോ? സോ ഈ വീഡിയോയിലാണെങ്കിൽ നമ്മൾ സർക്കുലർ മോഷൻ്റെ കോൺസെപ്റ്റാണ് ചർച്ച ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ കോൺസെപ്റ്റ് ഞാൻ വളരെ ഭംഗിയായിട്ട്, വളരെ സമയമെടുത്ത് ഓരോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. സോ ഈ കോൺസെപ്റ്റൊക്കെ വൃത്തിയാവണ്ണം പഠിക്കുക. അതിനുശേഷം നമുക്ക് DPPയിലെ ക്വസ്റ്റൻസും അതുപോലെയാണെങ്കിൽ വർക്കൗട്ട് പ്രോബ്ലംസും ഒക്കെ ചെയ്യാം. സോ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തരം കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.